ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഇനി ഹാലൂസിനേഷന്റെ ടൈപ്സ്, ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഹാലൂസിനേഷൻ ആണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ. ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിറ്ററി റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ കേൾവി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെൻസറി പെർസെപ്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇല്ലാണ്ട് നമ്മുടെ ചെവിയിലൂടെ കേൾക്കുന്ന രീതിയിലുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ പല മലയാളം മൂവീസിൽ നമ്മൾ ഡിപ്പിക്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ളവർ കേൾക്കാത്ത ഒരു സംഭവം ആ ഒരാൾ കേട്ടു. ഇപ്പൊ നമ്മൾ പറയില്ലേ, ചെവിട്ടിൽ ആരോ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മൂളിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചെവിട്ടിൽ ആരോ എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഓഡിറ്ററി വെച്ചിട്ടുള്ള ഒരു സെൻസറി പെർസെപ്ഷൻ, ഇവൺ ദോ ദെയർ ഇസ് നോ എക്സ്റ്റേണൽ സ്റ്റിമുലസ് റിലേറ്റഡ് ടു ഇറ്റ്. ഇനി നെക്സ്റ്റ് ആണ് വിഷ്വൽ ഹാലൂസിനേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ കാണാത്ത സംഭവങ്ങൾ കണ്ടു എന്ന് പറയുന്ന ഒരു രീതി. കണ്ടില്ലേ, അവൻ എന്നോട് ഒന്ന് സംസാരിച്ചു, ചിലപ്പോൾ മരിച്ചുപോയ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു എമിനന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിരിക്കാം. ഇല്ലാത്തൊരു സംഭവത്തിനെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന, വിഷ്വൽ ആയിട്ട് തോന്നിപ്പിക്കുന്ന ഒരു ഹാലൂസിനേഷൻ ആണ് വിഷ്വൽ ഹാലൂസിനേഷൻ. നെക്സ്റ്റ് ടൈപ്പ് ആണ് ഓൾഫാക്ടറി ഹാലൂസിനേഷൻ. ഓൾഫാക്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്മെല്ലിംഗ് റിലേറ്റഡ് ആണ്. ഫോൾ സ്മെല്ല് വരിക. നമ്മൾ ഇത്രയും പേര് ഇരിക്കുന്നുണ്ട്, 10 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ ബാക്കി 9 പേർക്കും ഫീൽ ചെയ്യാത്തൊരു ഫൗൾ സ്മെല്ല് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ആണ് ടാക്ടൈൽ. ടാക്ടൈൽ എന്ന് പറയുമ്പോൾ ഒരു ഫീലിംഗ് സെൻസേഷൻ ആണ്. ഇപ്പോൾ എന്റെ മേത്തേക്ക് അരിച്ചു കയറുന്നു, എനിക്ക് അരിച്ചു കയറുന്നത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ആ ഒരു സെൻസറി ഫീലിംഗ് ആണ് നമുക്ക് വരും. ഒരു ഫീലിംഗ്സ് ഓഫ് സെൻസേഷൻ ആണ്. നമ്മുടെ കയ്യിൽ പിടിക്കുന്നു, അല്ലെങ്കിൽ ഇഴഞ്ഞു കയറുന്നു, അല്ലെങ്കിൽ മുറുക്കി പിടിക്കുന്നു എന്നൊക്കെ ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ്. നെക്സ്റ്റ് ആണ് ഗസ്റ്റേറ്ററി. ഗസ്റ്റേറ്ററി എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ടേസ്റ്റ് ആണ്. ആ ഒരു ടേസ്റ്റിംഗ് റിലേറ്റഡ് ഇല്ലാത്തൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സെൻസറി പെർസെപ്ഷൻ ഇല്ലാത്തൊരു പെർസെപ്ഷൻ അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡെലൂഷൻസിന്റെ ആൻഡ് ഹാലൂസിനേഷൻസിന്റെ ടൈപ്പ്. അപ്പൊ നമ്മൾ ഡെലൂഷൻ പഠിച്ചു, എന്താണ് 3 ടൈപ്പ് ഓഫ് ഡെലൂഷൻസ് എന്ന് പഠിച്ചു. നെക്സ്റ്റ് ഹാലൂസിനേഷൻസ് പഠിച്ചു, അതിന്റെയും ടൈപ്സ് പഠിച്ചു. അപ്പോൾ നമ്മുടെ സിസോഫ്രീനിയ എന്താണെന്ന് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തു. പാർട്ട് 2 മേജർ ആയിട്ടുള്ള സിംറ്റംസ്, അത് പോസിറ്റീവ് സിംറ്റംസ് ആയിട്ടുള്ള ഡെലൂഷൻസ് എന്താണ്, ഹാലൂസിനേഷൻസ് എന്താണ് എന്നാണ്. നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് നെഗറ്റീവ് സിംറ്റംസ് എന്നും, അതേപോലെ തന്നെ കോഗ്നിറ്റീവ് ആയിട്ട് മേജർ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് എന്നും, അതിന്റെ കോഴ്സ് എങ്ങനെയാണ് ഒരു പ്രോസസ്സ് പിന്നീട് വരുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുക. തീർച്ചയായും ഞാൻ അതിനെല്ലാം റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു സോ മച്ച്.